അഭിവാദ്യങ്ങൾ 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 സമരഭടന്മാർക്ക് അഭിവാദ്യങ്ങൾ സമരഭടന്മാർക്ക് അഭിവാദ്യങ്ങൾ 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 സമരഭടന്മാർക്ക് അഭിവാദ്യങ്ങൾ സമരഭടന്മാർക്ക് അഭിവാദ്യങ്ങൾ പിണറായിയുടെ പോലീസ് പിണറായിയുടെ പോലീസ് പിണറായിയുടെ പോലീസ് പിണറായിയുടെ പോലീസ് ആൽവിൻ, ഇപ്പോൾ എന്താണ് പ്രതികരിക്കുന്നത്? ജാമ്യം ലഭ്യമായിട്ടുണ്ടോ 7 പ്രവർത്തകർക്കും? എന്റെ വണ്ടിക്കകത്ത് ഷോള് മുഴുവൻ എടുക്കാൻ പറഞ്ഞു 6 ഷോൾ. സമരത്തിനും ഫലം കണ്ടിരിക്കുകയാണ്. നമ്മൾ ജുഡീഷ്യൽ സിസ്റ്റത്തിൽ വിശ്വാസം അർപ്പിച്ചു. അതുപോലെ തന്നെ കോടതിക്ക് യഥാർത്ഥത്തിലുള്ള ഇതിലെ നടപടിക്രമങ്ങൾ എന്താണെന്ന് ബോധ്യപ്പെടുകയും അവരുടെ നിരപരാധിത്വം തെളിയിക്കുകയുമാണ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നിരന്തരമായി ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷനും കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ഭാരവാഹികളും ഇവിടുത്തെ ജനപ്രതിനിധികൾ തൃക്കാക്കരയുടെ MLA ഉമാ തോമസ്, TG വിനോദ് MLA, അൻവർ സാദത്ത് MLA, അതുപോലെ തന്നെ ശ്രീ മുഹമ്മദ് ഷിയാസ്, ശ്രീ അബ്ദുൾ മുത്തലീബ്, അഡ്വക്കേറ്റ് ദീപ്തി മേരി വർഗീസ്, യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന കമ്മിറ്റി ഭാരവാഹികൾ, ഇവരെല്ലാവരും നടത്തിയ പ്രതിഷേധത്തിന് ഇവിടുത്തെ യൂത്ത് കോൺഗ്രസിന്റെയും കോൺഗ്രസിന്റെയും മഹിളാ കോൺഗ്രസിന്റെയും KSUവിന്റെയും എല്ലാം പ്രവർത്തകർ നടത്തിയ പ്രതിഷേധം 7 മണിക്കൂർ നീണ്ടു നിന്ന പ്രതിഷേധത്തിന് ഒടുവിൽ ഫലം കണ്ടിരിക്കുകയാണ്. കോടതിക്ക് യഥാർത്ഥത്തിലുള്ള കാര്യങ്ങൾ ബോധ്യപ്പെട്ടിരിക്കുന്നു. ഇത് പോലീസിന്റെ ധാർഷ്ട്യത്തിനും ധിക്കാരത്തിനും പിണറായി വിജയന്റെ പോലീസിന് നേരിട്ട ഏറ്റവും വലിയ ഒരു കനത്ത പ്രഹരമായി ഞങ്ങൾ കാണാൻ ആഗ്രഹിക്കുകയാണ്. ഇത് അവരുടെ മുഖത്തേറ്റ ഏറ്റവും വലിയൊരു അടിയാണ്. കാരണം ജാമ്യത്തിൽ വൈകിട്ട് പോവേണ്ടിയിരുന്ന യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ രാത്രി വൈകി 2 മണിയോടുകൂടിയാണ് പോകുന്നത്. ഇത് കേരളത്തിലെ പിണറായിയുടെ പോലീസിന്റെ മുഖത്തേറ്റ ഏറ്റവും വലിയ അടിയാണ് എന്ന് ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുക. ഇത് കോടതിയിൽ പൂർണ്ണമായ വിശ്വാസമുണ്ടെന്ന് ഞങ്ങൾ പറഞ്ഞല്ലോ. ഇനിയും ഞങ്ങൾക്ക് കോടതിയിലെ വിശ്വാസമുള്ളത്. ഏതായാലും ഈ ഗവൺമെന്റിന്റെ കള്ളക്കളികൾ ഓരോ കോടതിയിലും കണ്ട് പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമുക്കെല്ലാവർക്കും അറിയാം, ആദ്യം ജാമ്യം അനുവദിച്ചിട്ട് പിന്നീട് CPMന്റെ ഇടപെടൽ മൂലം മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ സ്പെഷ്യൽ ഡയറക്ഷൻ മൂലം വകുപ്പ് മാറ്റി ഞങ്ങളുടെ സമര പോരാളികളെ ജയിലിലാക്കാൻ വേണ്ടി ശ്രമിച്ച പിണറായിസം എന്ന പുതിയ വകുപ്പ് ഉപയോഗിച്ച് എല്ലാ യൂത്ത് കോൺഗ്രസ് പോരാളികളെയും KSU പോരാളികളെയും റിമാൻഡ് ചെയ്യുന്ന അതേ നടപടി തന്നെയാണ് ഇവിടെ നടത്തിയെങ്കിലും കോടതി അത് തിരിച്ചറിയുകയും കോടതി അതുകൊണ്ട് ജാമ്യം കിട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഇത് കേരളത്തിലെ ഗവൺമെന്റിനെതിരെയുള്ള ശക്തമായ തിരിച്ചടിയാണ്. ഇത് നമുക്കറിയാം, പോലീസ് ഇപ്പൊ ഇന്ന് ഈ പരക്കപ്പാച്ചിൽ എന്തിനാണ്? അവർക്ക് ഗുഡ് സർവീസ് സെന്റർ കിട്ടാൻ വേണ്ടിയുള്ള ഒരു പരക്കപ്പാച്ചിലിന്റെ ഭാഗമായിട്ടാണ് ഒരു പോലീസുകാരൻ അത് കള്ളമൊഴി കൊടുത്ത് വീണ്ടും വകുപ്പ് തിരികെ കയറ്റി ഇങ്ങനെ ഒരു കേസെടുത്തത്. അതിന്ന് കേരളത്തിലെ നീതിന്യായം അല്ലെങ്കിൽ കോടതി അത് മനസ്സിലാക്കി ഞങ്ങളുടെ സഹപ്രവർത്തകർക്ക് ജാമ്യം കിട്ടിയിരിക്കുകയാണ്. ഈ ധർമ്മം പുലർന്നിരിക്കുകയാണ്. സത്യം ജയിക്കുമെന്ന് ബോധ്യപ്പെട്ടു. രാജ്യത്തെ പോലീസ് ഉദ്യോഗസ്ഥന്മാരല്ല അവസാനത്തെ വാക്ക് കോടതിയാണ്. കോടതിയിൽ ഞങ്ങൾക്ക് വിശ്വാസമുണ്ട്. ആ വിശ്വാസം പുലർന്നിരിക്കുകയാണ്. പോലീസിൽ ഞങ്ങൾക്ക് വിശ്വാസമില്ല. പോലീസിനോട് പ്രതിഷേധമാണ്, പകയില്ല, പ്രതിഷേധമാണ്. ഈ തെറ്റായ തീരുമാനങ്ങൾ പോലീസ് പിൻവലിക്കണം. രാഷ്ട്രീയ നേതാക്കന്മാരുടെ അവസരവാദ നടപടികൾക്കൊപ്പിച്ച് തുള്ളുന്ന പോലീസിന്റെ നടപടി ജനാധിപത്യ കേരളത്തിന് ഗുണകരമല്ല എന്നുള്ളത് പോലീസ് ഇനിയെങ്കിലും മനസ്സിലാക്കണം. പെരുമ്പാവൂരിലെ കുറുപ്പുംപടി പോലീസ് സ്റ്റേഷന് കോടതിയിൽ നിന്ന് കിട്ടിയ അടി ഇവർ മനസ്സിലാക്കിയിട്ടില്ല. ഇപ്പോൾ പാലാരിവട്ടം സ്റ്റേഷനിൽ നിന്ന് കോടതിയിൽ നിന്ന് കിട്ടിയ അടിയും ഇവർ മനസ്സിലാക്കില്ല. ഇവർ പിണറായി വിജയന്റെയും CPM നേതാക്കന്മാരുടെയും അവരുടെ അവസരവാദ സമീപനങ്ങൾക്കൊത്ത് ഇനിയും തുള്ളും, ഒരു സംശയവും വേണ്ട. പക്ഷേ ഇത് ജനങ്ങളുടെ തിരിച്ചടിയാണ്. കോടതി നൽകിയത് ജനങ്ങളുടെ മനസ്സിലുള്ള ആഗ്രഹമാണ്. കോടതിയുടെ ഈ വിധിയിലൂടെ ഇന്ന് വന്നിരിക്കുന്നത്
ഈ പാവപ്പെട്ട പ്രവർത്തകർ കാണിച്ച ഒരു പ്രതിഷേധം മാത്രമാണ്, ഒരു കരിങ്കൊടി ഉയർത്തിയുള്ള ഒരു പ്രതിഷേധം. അതിന് ജാമ്യം കൊടുത്ത പോലീസ് തന്നെ ജാമ്യം റദ്ദാക്കി പകരം അവർക്ക് ജാമ്യമില്ലാത്ത വകുപ്പിട്ട് തുറങ്കലിലടക്കാനുള്ള ശ്രമമാണ് നടത്തിയത്. അത് ഒരു കാരണവശാലും അത് നടപ്പിലാകില്ല എന്ന് ഞങ്ങൾ ഇവിടെ വന്നിരുന്ന് ശ്രീ ഹൈബി ഈഡനും ശ്രീമതി ഉമാ തോമസും ശ്രീ ടി ജെ വിനോദും അൻവർ സാദത്തും ഉൾപ്പെടെയുള്ള MLA മാർ, APCC ഭാരവാഹികൾ, മുത്തലിബ്, ദീപ്തി ഉൾപ്പെടെയുള്ള ആളുകൾ എല്ലാവരും വന്നിരുന്നു പറഞ്ഞു, ഒരു സാമാന്യ മര്യാദക്കെങ്കിലും ഈ ഉദ്യോഗസ്ഥന്മാർക്ക് ഇവിടെ വന്ന് ഇവരോടൊന്ന് സംസാരിക്കാമായിരുന്നു. ഇവരാരും ഓട് പൊളിച്ച് വന്നവരല്ല, ഇവരെല്ലാം ജനങ്ങളുടെ വോട്ട് വാങ്ങി വിജയിച്ച ജനപ്രതിനിധികളായിട്ടുള്ള ആളുകളാണ്. 2, 3, 4 വട്ടം ജനപ്രതിനിധികളായിട്ടുള്ള ആളുകളാണ്. അപ്പോൾ ഒരു സാമാന്യ മര്യാദക്ക് പോലീസ് പാലിക്കേണ്ട നടപടികൾ പോലും പോലീസ് പാലിച്ചില്ല എന്നുള്ളതാണ്. ഇത് 7.5 വർഷക്കാലത്തെ പിണറായി വിജയന്റെ ഭരണത്തിന് കീഴിലുള്ള മാറ്റമാണ്. പോലീസിന് പോലും ധാർഷ്ട്യവും ധിക്കാരവും ഏകാധിപത്യ പ്രവണതയുമാണ് പോലീസിനുമുള്ളത്. അപ്പോൾ സാധാരണക്കാർക്കും പാവപ്പെട്ടവർക്കും എതിരായി എന്ത് കുതിര കയറാനും മടിയില്ലാത്ത പോലീസായി ഇന്ന് മാറിയിരിക്കുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ജാമ്യം കൊടുത്തവർക്ക് അവിടെ തന്നെ വച്ച് പുതിയ ഉദ്യോഗസ്ഥൻ വന്ന് ഒരു പോലീസുകാരനെ കൊണ്ട് മൊഴി ഒടിപ്പിച്ചു, കള്ളമൊഴി ഒടിപ്പിച്ച് അവരെ കൊണ്ട് ജാമ്യമില്ലാത്ത വകുപ്പിട്ട് കേസെടുപ്പിച്ചു. പ്രതിഷേധവും സമരവും ശക്തമായപ്പോൾ പോലീസുകാർ അങ്കലാപ്പിലായി. ഏറ്റവും അവസാനം കോടതിയിൽ കൊണ്ടുപോകാം, പക്ഷേ സംസാരിക്കാൻ ഞങ്ങൾ ഒരുക്കമല്ല. മുതിർന്ന ഉദ്യോഗസ്ഥന്മാരൊക്കെ വീട്ടിൽ കിടന്നുറങ്ങുകയാണ്. അവരൊക്കെ പിണറായി വിജയനും മന്ത്രിമാർക്കും അകമ്പടി സേവിച്ചതിന് ശേഷം നല്ല ഭക്ഷണവും കഴിച്ച് വീട്ടിൽ കിടന്നുറങ്ങുകയാണ്. ദഹനക്കേടും താകാതിരിക്കട്ടെ.